6 വർഷം മുമ്പ് കാണാതായ 4 വയസ്സുകാരനെ കുഴിച്ചിട്ടത് എക്സ്പ്രസ് വേക്ക് താഴെ. ദൃശ്യം മോഡൽ കൊലപാതകത്തിൽ അങ്കലാപ്പിലായി പോലീസ്. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയിൽ തെരച്ചിൽ. രാജസ്ഥാനിലെ ദൗസയിൽ നിന്ന് 2020 ഓഗസ്റ്റിലാണ് ടില്ലു എന്ന് വിളിക്കുന്ന ആ 4 വയസ്സുകാരൻ പ്രിൻസിനെ കാണാതാവുന്നത്. 6 വർഷം കഴിഞ്ഞാണ് പോലീസ് ആ കേസിൽ ഒരു തുമ്പുണ്ടാക്കുന്നത്. മറ്റാരുമല്ല, അവന്റെ തന്നെ അമ്മാവനും, അയാളുടെ പേര് അനിൽ എന്നാണ്, അമ്മായി കൃഷ്ണ, ഈ രണ്ടുപേരും ചേർന്നാണ് ആ കൊലപാതകം നടത്തിയത് എന്ന് കണ്ടെത്തി കഴിഞ്ഞു. ഈ കുട്ടിയുടെ മൃതദേഹം അന്ന് നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന ഒരു എക്സ്പ്രസ് വേക്ക് കീഴിൽ കുഴിച്ചിട്ടു എന്നാണ് ഇപ്പോൾ അവരുടെ കുറ്റസമ്മതം. മൃതദേഹം മറവു ചെയ്തതായി പറയപ്പെടുന്ന സ്ഥലം ഇപ്പോൾ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ ഭാഗമാണ്. ഈ എക്സ്പ്രസ് വേക്ക് സമീപമുള്ള ഉൻപാട ഗ്രാമത്തിന് സമീപം ഇതിനോടകം തന്നെ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന ഒരുപാട് നടത്തിക്കഴിഞ്ഞു. അത്യാധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ മൃതദേഹം ഉണ്ട് എന്ന് സംശയിക്കുന്ന സ്ഥലങ്ങൾ സ്കാൻ ചെയ്ത് പരിശോധിക്കുന്നത്. ഈ സ്ഥലം കൃത്യമായി കണ്ടെത്താൻ വേണ്ടി ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ GPR ഈ മെഷീനൊക്കെ ഉപയോഗിച്ച് ആ വലിയ എക്സ്പ്രസ് വേക്ക് മുകളിലൂടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും അത്ര എളുപ്പമല്ല കാര്യങ്ങളെന്ന് പോലീസ് തന്നെ പറയുന്നു. इसमें GPR मशीन की भी मदद ली जा रही है और इसमें जो 2 लोगों को डिटेन किया गया है उनकी इतला के आधार पर उनका कहना यह है कि हमने यहाँ पे जो पहले गड्ढे बने हुए थे, निर्माणाधीन हाईवे था, उस गड्ढे में बच्चे को डाल दिया था, वो डेड बॉडी को। और अब चूंकि इसके ऊपर डामर भी हो गया है, साइड में भी काफी मतलब चेंज हो गए, तो उसको देख के GPR मशीन की सहायता से हम एग्जैक्ट जगह डिसाइड करके उसके बाद आगे की खुदाई करेंगे। सर, दिक्कतें तो नहीं आ रही हैं कि परमिशंस की जो जरूरत है आपको? ना, पूरा कोऑपरेशन हो रहा है और इसमें NHAI से भी काफी कोऑपरेशन हुआ है और हमें NHAI ने पूर्व में जब ये निर्माण चल रहा था तो अगस्त की ये घटना थी, तो अगस्त का ही एक एरियल उन्होंने व्यू का हमें वो वीडियो दिया है, तो वो उनके पास मौजूद था, उससे हमें काफी सहायता मिली है कि उस समय कैसे इसमें गड्ढे रहे होंगे, वो सब हमें दिखाई दे रहे हैं। മുംബൈ ഡൽഹി എക്സ്പ്രസ് വേ ആണ്. അത്രമാത്രം വാഹനങ്ങൾ പോകുന്ന ആ വഴിയിൽ ഇപ്പോൾ ഗതാഗതമൊക്കെ വഴിതിരിച്ചു വിട്ടാണ് ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരാഴ്ചയായി തെരച്ചിൽ തുടർന്നിട്ടും കുട്ടിയുടെ അവശിഷ്ടങ്ങൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ഹൈവേ അതോറിറ്റിയുടെ അനുമതി അത് നേടി റോഡിന്റെ ഒരു ഭാഗം പൊളിച്ച് പരിശോധന നടത്താനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. മൃതദേഹം കണ്ടെത്താതെ അവിടെ നിന്ന് മാറില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ ആ കുട്ടിയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഹൈവേയിൽ പ്രതിഷേധം തുടരുകയാണ്. इसलिए बैठे हैं कि हमारे भाई, क्योंकि हमने पुलिस प्रशासन के द्वारा पता चला है कि मेरे जो दादा के भाई के लड़के और लड़की दोनों बहन भाई है, उन्होंने मेरे भाई को मार कर यहाँ पे गाड़ा है। तो मैं यही चाहूंगी कि जल्दी जल्दी यहाँ की खुदाई की जाए और मेरे भाई के शव को बरामद किया जाए। हम यहाँ पे इसलिए बैठे हैं क्योंकि 6-7 दिन हो गए अभी तक हमारे भाई के शव को हमें मिलाया नहीं गया है। तो जल्द से जल्द यही कहूंगी कि मेरे भाई के शव को जल्द से जल्द प्राप्त किया जाए। 2020 ഓഗസ്റ്റ് 16 തീയതിയാണ്. അന്ന് ആ കുഞ്ഞ് അവന്റെ വീടിന് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രിൻസ് എന്നാണ് ഒഫീഷ്യൽ നെയിം, ടില്ലു എന്നാണ് വീട്ടുകാർ വിളിക്കുക. ഈ ടില്ലുവിനെ കാണാതാവുന്നത് അന്നാണ്. കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒക്കെ വ്യാപകമായി ആ പരിസര പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തി. അന്ന് കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ പിടിയിലായ ആ പ്രതികളും അന്ന് ആ തെരച്ചിലിന്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. 2021 കുടുംബം കോടതിയെ സമീപിച്ചു. ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു. അങ്ങനെ അന്വേഷണം പുനരാരംഭിക്കുന്ന സാഹചര്യമായി. വർഷങ്ങളായി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ അത് മാറി മാറി വന്നെങ്കിലും ഒരു പുരോഗതിയും ഉണ്ടായിരുന്നില്ല. എന്നാലും ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ സ്വന്തം അമ്മാവനും അമ്മായിയുമാണ് ഈ കൊടും ക്രൂരത ചെയ്തത് എന്ന് വ്യക്തമാകുന്നു.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.